ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു വൺ വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. പലരും ഇപ്പോഴും ഏൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു വിഡ്രോവൽ പ്രോസസ്സ് കൂടി ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാമിലൂടെ സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് ഒരു പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരുപാട് ലൂട്ടുകൾ വന്ന് കിടക്കുന്നുണ്ട്. ആ ലൂട്ടുകൾ എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടുത്താനും കൂടിയാണ്. ഇതിൽ ചെറിയ ഡെപ്പോസിറ്റ് വരുന്നുണ്ടെങ്കിൽ പോലും 500% അതിൻ്റെ വെൽക്കം ബോണസ്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ 500% നമുക്ക് ഇതിലൂടെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ആപ്ലിക്കേഷൻസും അതോടൊപ്പം തന്നെ ഈസി ആയിട്ട് നിങ്ങൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് കിട്ടുന്ന ആപ്ലിക്കേഷൻസിനൊക്കെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയക്കാം. അതിലൂടെ നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നത്. അതോടൊപ്പം തന്നെ ടെലഗ്രാമിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മുഴുവൻ നമ്മൾ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാം $79 ആണ് എൻ്റെ അക്കൗണ്ടിലുള്ളത്. അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് മാനേജ്മെൻറ്റ് എന്നുള്ളതിൽ പോയിട്ട് ഞാൻ വിഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. ഏകദേശം 79 ഇതുണ്ട്, $79 ഉണ്ട്. $79 പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട്. 6605 രൂപയോളം നിങ്ങൾക്ക് $79 ഏൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ ആകെ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തത് വെറും 300 രൂപയാണ്. അത് ഞാൻ 2 തവണയായിട്ടാണ് വിഡ്രോ ചെയ്തത്. ഒന്ന് 10,000 രൂപയായിട്ടും മറ്റൊന്ന് $79 ആയിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നു. ജസ്റ്റ് നമുക്ക് ഇതിൽ ഏത് പേയ്മെൻറ്റ് മെത്തേഡിലും നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഡോളേഴ്സിലാണ് കാണുന്നതെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിൽ ഞാൻ വിഡ്രോ ചെയ്യുന്നത് പെർഫെക്റ്റ് മണി എന്നുള്ള ആ ഒരു ഇതിലാണ്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് വരും. ജസ്റ്റ് അതിൽ നമ്മളിവിടെ അക്കൗണ്ട് നമ്പർ അടിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വാലറ്റിലുള്ള എമൗണ്ട് എത്രയാണോ വന്നത് ആ ഒരു എമൗണ്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അവിടെ അക്കൗണ്ട് നമ്പർ ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിച്ച് നിങ്ങൾക്ക് ക്രിപ്റ്റോ ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ക്രിപ്റ്റോ ആയിട്ടാണ്, നമുക്ക് സേഫായിട്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ക്രിപ്റ്റോ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ട്രോൺ എന്നുള്ള ആ ഒരു കോയിനായിട്ടാണ് ഞാൻ വിഡ്രോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് USDT ആയിട്ടാണ് വേണ്ടത് എങ്കിൽ, അഥവാ നമ്മുടെ ഡോളേഴ്സായിട്ടാണ് നിങ്ങൾക്ക് ക്രിപ്റ്റോ ആയിട്ട് വേണ്ടതെങ്കിൽ TRC20 എന്നുള്ള ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വാലറ്റ് അഡ്രസ്സ് ഇനി എങ്ങനെ എടുക്കാൻ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാലറ്റ് നമ്മൾ ബിനാൻസ് ആപ്ലിക്കേഷനിൽ കയറാം. നമ്മൾ ബിനാൻസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ വിഡ്രോ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചതാണ്. ബിനാൻസിൽ നിന്ന് എങ്ങനെ വിഡ്രോ ചെയ്യുക എന്നുള്ളതൊക്കെ ജസ്റ്റ് ബിനാൻസ് കയറിയിട്ട് അതിൽ ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് USDT എന്ന് കാണാനായിട്ട് പറ്റും. ആ USDTയിൽ TRC20 എന്നുള്ളത് കാണാം. അതിൽ ഈ ഒരു അഡ്രസ്സാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് വരിക. ദെൻ റെസിപ്റ്റൻ്റ് USDT അഡ്രസ്സ് എന്നുള്ളത് ഉണ്ടാവും. ജസ്റ്റ് അവിടെ അത് പേസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു OTP നമ്മളെ ഇമെയിലിലേക്ക്, ഇവിടെ ഞാൻ എൻ്റെ ഇമെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഇമെയിലിലേക്ക് വരും. അപ്പോൾ ഇമെയിലിലേക്ക് വന്ന കോഡ് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. ജസ്റ്റ് അത് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോഡ് കയറി ജസ്റ്റ് വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് കൺഗ്രാറ്റുലേഷൻ വിഡ്രോ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് കയറുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ടെലഗ്രാമിലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടാം. ടെലഗ്രാമിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ക്ലൈം 199. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ജസ്റ്റ് സ്റ്റാർട്ടിൽ വരും. സ്റ്റാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ഗ്രൂപ്പുകളുണ്ടാകും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെൽക്കം ബോണസ് ആയിട്ട് 199 രൂപ ഫ്രീ ആയിട്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിന് ശേഷം റെഫറായിട്ടാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവിടെയൊക്കെ 3900 പലരും വിഡ്രോ ചെയ്തതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിത് കണ്ടിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തത്. കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഇതിൽ നിന്നും ഏൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ബോട്ട് യൂസ് ചെയ്തതിൻ്റെ ഹിസ്റ്ററിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ UPID വെച്ചിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. 603 രൂപയാണ് വിഡ്രോ ചെയ്തത്. അതോടൊപ്പം തന്നെ രണ്ടാമതും ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇതിൽ നിന്നും 1000 രൂപ ഞാനിവിടെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ 1 lakh വിഡ്രോ ചെയ്തതിൻ്റെ പ്രൂഫൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ബോട്ടിൽ നിന്നും നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ബോട്ടിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലൈം 199 എന്നുള്ള ആ ഒരു ബോട്ടിൻ്റെ ഇതിലാണ് ബോട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുള്ളത്.
നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഒരു ഫൈൻ ലെഖി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലഗ്രാം ബോട്ടാണ്. ടെലഗ്രാം ബോട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പിന്ന് വരുന്നുണ്ട്. ജസ്റ്റ് ആ സ്പിന്നിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും. ഓക്കെ, എനിക്കിവിടെ ഇതാണ് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 100 രൂപയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതിൽ 100 രൂപ മുതൽ 10 രൂപ മുതൽ 100 രൂപ, 1 രൂപ മുതൽ 100 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഒരൊറ്റ സ്പിന്നിൽ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ ഗിഫ്റ്റ് ബോക്സ് ആയിട്ടാണ് കിട്ടുക. ഇതിലേതും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇതാണ് അടുത്തൊരു സംഭവം. ഇതിൽ ക്യാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഔട്ട് എന്നുള്ളത് മുകളിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൽ കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്ത് ക്യാഷ് ഔട്ട് കൊടുത്തുകൊണ്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ ഫൈൻഡോ ലക്കി സ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെയും ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 2 നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതൊരു ടെലഗ്രാം ബോട്ടാണ്. ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് ഒരു ഏണിങ്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ടാപ്പ് ചെയ്തുകൊണ്ട് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിന് ജൂലൈയിലൊക്കെ ലിസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഈ ഒരു കോയിൻസിൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടാപ്പിംഗ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു കോയിൻസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലെന്ത് ചെയ്യുക, നിങ്ങൾക്ക് മാക്സിമം റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൈനിങ് സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എൻ്റെ 1,18,000 ആണ് എൻ്റെ മൈനിങ് പോയിൻ്റ് കിടക്കുന്നത്. നമ്മളത് മൈനിങ് പോയിൻ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. ഇതിലേതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് മൈനിങ് പവർ നിങ്ങൾക്ക് കൂട്ടാനായിട്ട് പറ്റും. അങ്ങനെ മൈനിങ് പവർ കൂട്ടി നിങ്ങൾക്ക് മാക്സിമം കോയിൻസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. 10 ലക്ഷം കോയിൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഇതായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനൊക്കെയുള്ള ഓപ്ഷൻസും മറ്റൊക്കെ ഇനി തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ വരും. ഓക്കെ, ഇതിൽ പിന്നെ ഡെയിലി റിവാർഡ്സും മറ്റും ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടും മറ്റൊക്കെ ഒരു ഏണിങ്സ് ഇതിലൂടെ ഫ്രീ ആയിട്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇപ്പോൾ കണ്ട ഹാംസ്റ്റർ പോലെ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റാവുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് സ്റ്റാർട്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രോണിക്സ് ആപ്പിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം. ഇത് മറ്റേനേക്കാൾ ഹാംസ്റ്ററിനേക്കാൾ ഒന്നുകൂടി മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിനാണ്. ട്രോൺ കോയിനാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള. ഷിപ്പ് കോയിനും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനിങ് സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. ജസ്റ്റ് ഇതിലിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയൊരു സ്പീഡിൽ അങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കോയിൻസ് ആയിക്കഴിഞ്ഞാൽ TRX ഒരു കോയിൻ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. എനിക്കിപ്പോൾ ഒരു കോയിനായപ്പോൾ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 20 കോയിൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ സെൻഡ് കൊടുക്കുന്നു. TRXൻ്റെ നമ്മൾ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മളവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ TRXT20 എന്ന് പറയുന്നത് TRX20ൻ്റെ അഡ്രസ്സാണ് ഇത്. ഞാനിവിടെ കൊടുത്തു. ഇവിടെ 2.5 TRX എങ്കിലും നെറ്റ്വർക്ക് ഫീ ആയിട്ട് വേണം. 20 കോയിൻസാണ് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുക. 20 TRX കോയിൻ്റെ വാല്യൂ കാണിച്ചു തരാം. ഏകദേശം 1671 രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടോട്ടൽ 5 രീതിയിലുള്ള ഏണിംഗ് മെത്തേഡുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. നമ്മൾ വേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ഏൺ ചെയ്തെടുക്കാൻ പറ്റാവുന്ന 5 തരം പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പം മിനിമം ആ ഒരു ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഡെയിലി ഒരു 1000 രൂപയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു 5 പ്ലാറ്റ്ഫോമും സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും മാക്സിമം വിഡ്രോ ചെയ്യുക, ഏൺ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.